Good morning. Good morning, ma'am. Good morning. Good morning, ma'am. ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. പുതിയ ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങള്, കുറച്ച് ഇൻട്രൊഡക്ഷൻ, കുറച്ച് ഫസ്റ്റ് പേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് മലയാളം എക്സ്പ്ലനേഷൻ എഴുതിയെടുക്കുക കേട്ടോ. മലയാളം എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? തുടങ്ങിക്കോട്ടെ. നോക്കാം നമുക്ക്. ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇൻ ഓർഡർ ടു മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 കേട്ടോ. മൊഡ്യൂൾ 3 ചാപ്റ്റർ 3 ആണ് വരിക. നിങ്ങൾക്ക് എത്രയാണ് ചാപ്റ്റർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എത്രയാണ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണ് നമ്പർ കിടക്കുന്നേ? ഒന്ന് കമന്റിൽ ഇടാം കേട്ടോ. 36 ആണ്. ഓക്കെ. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called the policies, programs, rules, regulations, procedure of or guidelines. ഒന്നിലധികം സാധ്യതയുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒന്നിലധികം സാധ്യതയുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചില സമയങ്ങളിൽ നയങ്ങൾ, പ്രോഗ്രാമുകൾ, നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. ഒരു സ്ഥാപനം, ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ, അഥവാ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില എയിംസ് ഉണ്ടാവും അല്ലെ. ആ സ്ഥാപനം നല്ല രീതിയിൽ ഡെവലപ്പ് ആവണം, എല്ലാവരും സ്ഥാപനത്തെ അറിയണം, മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകള് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരണം എന്നൊക്കെ ഉള്ള ധാരാളം ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒരു സ്ഥാപനമായാലും ഒരു ഹോസ്പിറ്റൽ ആയാലും എന്തുണ്ടാകും, ധാരാളം എയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്ത് ചെയ്യും? ചില നയങ്ങൾ എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പോളിസീസ്, അതുപോലെ ചില പ്രോഗ്രാംസുകള്, ചില നിയമങ്ങള്, റൂൾസ്, ചില റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള്, അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങള് രൂപപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാ പറയുന്നത്. HR മാനേജ്മെന്റില് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക്, ചില ലക്ഷ്യങ്ങളെ വെച്ച് നമുക്ക് ചില ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ചിലപ്പോൾ ചില നിയമങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും, ചില നയങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും, ചില പോളിസികൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, ചില ലോസ് നമ്മൾ പാലിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം കാര്യങ്ങളെയാണ് എന്ത് പറയാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങളോ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ പ്രോഗ്രാംസുകളോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, മലയാളം എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? വേണോ? ആർക്കൊക്കെയാ വേണ്ടത്? ഒരാൾക്ക് മാത്രം മതിയോ? എന്നാൽ എഴുതിയെടുത്തോളൂ, അതാണ് കുറച്ചും കൂടി ഈസി, അപ്പൊ മനസ്സിലാവും കേട്ടോ. ഒന്നിലധികം സാധ്യതയുള്ള
ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചില സമയങ്ങളിൽ നയങ്ങൾ പ്രോഗ്രാമുകൾ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ നടപടിക്രമങ്ങൾ ഒന്നിലധികം സാധ്യതയുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചില സമയങ്ങളിൽ നയങ്ങൾ പ്രോഗ്രാമുകൾ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ നടപടിക്രമങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. ഓക്കെ, എഴുതിയല്ലോ എല്ലാവരും? അടുത്ത പറഞ്ഞോട്ടെ. ഒന്നിലധികം സാധ്യതയുള്ള ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചില സമയങ്ങളിൽ നയങ്ങൾ പ്രോഗ്രാമുകൾ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ നടപടിക്രമങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. 4 types of resources in an organization are money, material, machinery, fixed asset and men. Human resources. An organization cannot accomplish their objectives without human efforts. Managing the human component is the pivotal and most important task because all else depends on how well it is done. Okay, അതായത് ഒരു ഓർഗനൈസേഷനിൽ 4 തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഉണ്ടാവുക. 4 തരത്തിലുള്ള റിസോഴ്സസ് കേട്ടോ. ഒന്നാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് മണിയാണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 റിസോഴ്സസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് മണി, ആദ്യത്തേത് പണമാണ്. സെക്കൻഡ് വൺ ഈസ് മെറ്റീരിയൽ. ഓക്കെ, രണ്ടാമത്തേത് മെറ്റീരിയൽ ആണ്. തേർഡ് വൺ ഈസ് മെഷീനറി. മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? ഉപകരണങ്ങൾ അല്ലെ. അതൊരു ഫിക്സഡ് അസറ്റ് ആണ് കേട്ടോ. അതായത് അത് അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആസ്തിയാണ്, അല്ലെങ്കിൽ സ്ഥിര സമ്പാദ്യമാണ് എന്ത് മിഷണറി എന്ന് പറയുന്നത്. മിഷണറി മേടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, അതിനൊരു കുറവും പിന്നീട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ MRI സ്കാൻ ചെയ്യുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു പല എക്സ്റേ എടുക്കുന്ന ഉപകരണങ്ങളൊക്കെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ് ആണ്, അതിന് ഒരിക്കലും ഒരു മാറ്റം വരില്ല. ഓക്കെ, ദെൻ മെൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ തൊഴിലാളികൾ, അവിടെയുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയാ? മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സസിനെയാണ് മെൻ എന്ന് ഉദ്ദേശിക്കുക. അപ്പോ 4 തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് ഒരു ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ക്ലിയർ ആണോ? 4 ടൈപ്പ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മനുഷ്യ പ്രയത്നം കൂടാതെ ഒരു സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാവില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ പറയുന്നേ an organization cannot accomplish their objective without human efforts. മനുഷ്യ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റാനായിട്ട് പറ്റുള്ളൂ. മെഷീൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെഷീനറി കാര്യങ്ങൾ റോബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? ആ ഒരു സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഒരിക്കലും നിറവേറ്റാൻ പറ്റില്ല. അതിന് മനുഷ്യൻ കൂടിയേ തീരും എന്നാണ് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് എന്തായാലും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ മാനുഷിക ഘടകം കൈകാര്യം ചെയ്യുന്നത് സുപ്രധാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുമതലയാണ്. കാരണം മറ്റെല്ലാം അതെത്ര നന്നായി ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അതായത് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എത്രയധികം കൈകാര്യം ചെയ്യുന്നത് സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ധാരാളം ആളുകൾ വർക്കിംഗ് ആണ് അല്ലെ, അവരൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുക. ഈ മനുഷ്യന്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാകുന്നത് അല്ലെ. ഒരു ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്, ആ എഫേർട്ടിനനുസരിച്ചിട്ടായിരിക്കും അവിടെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേട്ടോ. അപ്പൊ അത്രയുമാണ് അവിടെ പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ പാരാഗ്രാഫിലേക്ക് വരാം. As a result, the managers have a prime responsibility not only for the behavior and performance of other people, but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness which with organizational works. ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഈ മൂന്നാമത്തെ പാരാഗ്രാഫ് ഒന്ന് എഴുതിയെടുത്തോളൂ. തൽഫലമായി as a result കേട്ടോ, അതാണ് അതിന്റെ മീനിങ്. മാനേജർമാർക്ക് മറ്റാളുകളുടെ പെരുമാറ്റത്തിനും പ്രകടനത്തിനും മാത്രമല്ല അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. സംഘടനാ ലക്ഷ്യങ്ങളോടുള്ള അംഗങ്ങളുടെ പ്രതിബദ്ധത എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രയും വലുതാണ് സ്ഥാപനം പ്രവർത്തിക്കുന്ന ഫലപ്രാപ്തി. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണ്ട കേട്ടോ. ഞാൻ പറയുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് പാരാഗ്രാഫ്, അത് മാത്രം എഴുതിയെടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടി പറയാം ഞാൻ. തൽഫലമായി മാനേജർമാർക്ക് മറ്റ് ആളുകളുടെ പെരുമാറ്റത്തിനും പ്രകടനത്തിനും മാത്രമല്ല അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന ഉത്തരവാദിത്വമുണ്ട്. സംഘടനാ ലക്ഷ്യങ്ങളോടുള്ള അംഗങ്ങളുടെ പ്രതിബദ്ധത എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രയും വലുതാണ് സ്ഥാപനം പ്രവർത്തിക്കുന്ന ഫലപ്രാപ്തി. ഓക്കെ, ഇത് കഴിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? ഈ മാനേജർമാരുണ്ടാവുമല്ലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ധാരാളം മാനേജർമാരുണ്ടാവും റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാനുള്ള. അവരുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റവും അവരുടെ ബിഹേവിയറും അവരുടെ പെർഫോമൻസും ഒബ്സർവ് ചെയ്യാൻ മാത്രമല്ല ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളും കൂടി ആര് നോക്കണം? മാനേജർമാര് നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു സംഘടന, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ആ ഹോസ്പിറ്റലില് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാണെങ്കിൽ ആ ഹോസ്പിറ്റലിന് നല്ല രീതിയിലുള്ള റിസൾട്ടും ഉണ്ടാകുന്നതാണ്. അതായത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എത്രത്തോളമാണ് അവിടെയുള്ള ആ ഹോസ്പിറ്റൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെത്രയാണ് എഫേർട്ട് എടുക്കുന്നത്, ആ എഫേർട്ടിനനുസരിച്ചിട്ടായിരിക്കും അവിടെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 3 പാരഗ്രാഫ് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണോ?
ഓക്കെ, then അടുത്തത് നമുക്ക് നോക്കാം. Human resources or people at work are the major component. തേർഡ് ക്ലിയർ അല്ല, പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം ലാസ്റ്റ് പറഞ്ഞുതരാം. Human resources or people at work are the major component of an organization. It is the human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. The individuals who are at workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many differences in behavior. Each individual who works has its own set of needs, drives, goals and experiences. Each human being is a product of his biological inheritance as well as a result of interactions with his environment. People come to the workplace with some specific motives, like to earn money, to get employment, to have better prospects in future, to be treated as a human beings while they are at the place of work. They sell their labor for reasonable wages, salary and other benefits. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employees and the self needs. Okay, നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ജോലിയിലുള്ള ആളുകളാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ഘടകം. അതാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. Human resources or people at work are the major component of an organization. അവിടെ ജോലിയിലുള്ള ആളുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കുക. ആരൊക്കെയാണോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അവരെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയാം. ഒരു സ്ഥാപനത്തിനെ അപേക്ഷിച്ച് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷനെയും വിജയത്തിൽ എത്തിക്കുന്നത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഏതൊരു ഓർഗനൈസേഷനും സക്സസ് ആവണമെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, വിചാരിച്ചാൽ മാത്രമാണ് ആ ഓർഗനൈസേഷൻ സക്സസ് ആവുക. ഓക്കെ, അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഘടനാ ക്രമീകരണങ്ങളിലെ മിക്ക പ്രശ്നങ്ങളും ശാരീരികമോ സാങ്കേതികമോ സാമ്പത്തികമോ എന്നതിലുപരി മാനുഷികവും സാമൂഹികവുമാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നല്ലൊരു വിധം അത് മാനേജ് ചെയ്താൽ എന്ത് പറ്റും, ആ സ്ഥാപനത്തിന് സക്സസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള വ്യക്തികൾ ഒരു പരിധി വരെ സമാനമായിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നത്, അല്ലെ? അതായത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഏകദേശം സമാനമായിരിക്കും, സിമിലർ ആയിരിക്കില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുവാണെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ ജോലി ചെയ്യാം, ആണോ അല്ലയോ? അല്ലെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടാണോ ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ. ഡിഫറെന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരേപോലെയാണോ ജോലി ചെയ്യുക? ഒരു സോപ്പ് നിർമ്മാണ കമ്പനിയിൽ നിങ്ങൾ ചെന്നെന്ന് വിചാരിക്കുക. ഇവിടെ സോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെ? എല്ലാവരും ഒരുപോലുള്ള ജോലികളല്ലേ ചെയ്യുന്നേ, അല്ലെ? ആ സോപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സോപ്പിന്റെ ആ പ്രൊഡക്റ്റിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുപോലെയുള്ള ജോലികളാണ് എന്ത് ചെയ്യുക. അപ്പോ എല്ലാവരും ഒരേപോലെയുള്ള സ്വഭാവ രീതികളായിരിക്കും കാണിക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ അവരുടെ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ടവർ ഒരേപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെ? പലർക്കും ഓരോ ടൈപ്പ് തിങ്കിങ് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് തോട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചും അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, അല്ലെ? ഒരാളിപ്പോ നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും, അല്ലെ? എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങളിൽ വരിക?
എല്ലാവർക്കും ഒരേപോലുള്ള ഒരു കാര്യമാണ് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് ചില ലക്ഷ്യങ്ങൾ എന്താ പറയാ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോവുക. ഭൂരിഭാഗം ആളുകൾ ജോലിക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകാൻ പോകുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലിക്ക് പോകാൻ പോകുന്നത്? കമന്റ് ചെയ്തേ. നിങ്ങൾ എന്തിനാ ജോലിക്ക് പോവാ? നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? ലൈഫ് സെറ്റ് ആകാൻ അല്ലേ? ലൈഫ് സെറ്റ് ആവാൻ. അതിന് എന്ത് വേണം? ഇൻഡിപെൻഡന്റ് ആവാനായിട്ട്. ഇതിനൊക്കെ എന്താണ് മൂലാധാരം? എന്താ? ഇതിന്റെയൊക്കെ ബേസ് എന്താ? മണിയാണ്, ക്യാഷ് അല്ലെ? ക്യാഷ് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മുടെ ലൈഫ് സെറ്റിൽ ആവുക, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക അല്ലെ? അപ്പോ ഭൂരിഭാഗം ആളുകളുടെയും ജോലിക്ക് പോകുന്നതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മണിയാണ്. പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജോലി ചെയ്യുക, ഭാവിയിൽ കൂടുതൽ സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ഹോപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ആളുകള് ജോലിക്ക് പോവുക. അതുപോലെ തന്നെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനായിട്ട് നമ്മളെ പരിഗണിക്കണം അല്ലെ? ഒരിക്കലും ഒരു യന്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ പരിഗണിക്കാനായിട്ട് പാടില്ല അല്ലെ? ഈ അടുത്ത് ഒരു സ്ത്രീ, ഒരു കുട്ടി, ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല, വാർത്തയിലാണ്. അമിതമായിട്ടുള്ള സ്ട്രെസ്, ജോലിയിലെ കമ്പനി അടിച്ചേൽപ്പിച്ച് അമിതമായ സ്ട്രെസ് മൂലം ആത്മഹത്യ ചെയ്താണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ സമൂഹത്തില്. അപ്പോ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ജോലി നേടിയാൽ തന്നെ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം എവിടെ ഉണ്ടായിരിക്കണം? ഈ ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള എന്താ പറയാ വേജസ്, ന്യായമായിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടണം ജോലി ചെയ്താല്. അതുപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും നമുക്ക് വേണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂലി കിട്ടാനും, അല്ലെങ്കിൽ നമുക്ക് വേജ് കിട്ടാനും, അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റു പല ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഫേർട്ടിനെ നമ്മളവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അധ്വാനത്തിന് നമ്മൾ അവിടെ വിൽക്കുന്നു. നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? അവിടെ നമ്മൾ ജോലി ചെയ്യുക അല്ലെ? അതിനെ നമ്മൾ വിറ്റിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾക്ക് നമ്മുടെ കയ്യില് ക്യാഷ് കിട്ടുക അല്ലെ? അങ്ങനെ എല്ലാവരും പല ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലെ? അതായത് ഫിസിക്കലായിട്ട് ധാരാളം എന്താണ് ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, മെന്റൽ സ്ട്രെയിൻ എടുത്ത് ജോലികൾ ചെയ്യുന്നവരുണ്ട്. രണ്ടു തരം ആളുകളും രണ്ടു തരത്തിലുള്ള എഫേർട്ടുകളാണ് എടുക്കുന്നത് അല്ലെ? ഒരാൾ ഒരു മെന്റൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ തലച്ചോറാണ് അവിടെ വർക്ക് ചെയ്യുക അല്ലെ? കൂടുതലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു കൂലിപ്പണി എടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു വർക്ക് പണിയെടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ചുമടെടുക്കുന്ന ആളൊക്കെ എന്താണ്? അവരുടെ ശരീരമാണ് അവിടെ വേർക്കുന്നത് അല്ലെ? അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് അവരവിടെ ശാരീരികമായിട്ട് വേർത്ത്, അല്ലെങ്കിൽ അവരുടെ അധ്വാനം അവിടെ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുക? അവർക്ക് ആ ഒരു സമയമാകുമ്പോൾ വേജസ് കിട്ടുക. അപ്പോ ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് ജോലി എടുക്കുന്നുണ്ട്. അപ്പോ ഇതുപോലുള്ള, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് കുറിച്ച് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ സഹായിക്കുന്നത് കേട്ടോ. കുറെ കാര്യങ്ങൾ ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണ്ടുന്ന പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മനുഷ്യൻ എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ ഭാവിയിലേക്കുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുടർന്നുണ്ടാകുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവനവന്റെ അധ്വാനം വിൽക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഹ്യൂമൻ എന്ന് പറഞ്ഞാല് പല ലക്ഷ്യങ്ങളും, പല ഡ്രൈവ്സും, പല നീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവനവന്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. Next, it is a very important and challenging job managing people because of the dynamic nature of the people. No two people are like, people cannot be operated like a machine or shifted and altered like a template in a room layout. They therefore need tactful handling by management personnel
manpower management, it is a most pivotal job because managing people in the heart and the essence of being a manager. It is concerned with any activity that relates to human elements or relations in organization. Unless the human element is taken into consideration, a business can succeed. Okay. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരാളുകളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. അതിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ ആളുകളെ നിലനിർത്തുക എന്നുള്ളത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആളുകൾ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള ആളുകളായിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പല പല കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അപ്പൊ ഈ വ്യക്തികളെ ഒരുപോലെ കൊണ്ടുപോകുന്നതിൽ പല ചാലഞ്ചിങ് ഫാക്ടറും ഉണ്ട്. എല്ലാവരെയും ഒരുപോലെ പണിയെടുപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും ആ ഒരു ഓർഗനൈസേഷനോട് നല്ല രീതിയിൽ ഉത്തരവാദിത്വം ഉണ്ടാകാനൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് കഷ്ടപ്പെടണം. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, ഒരു എന്താ പറയാ, ഒരു ഓർഗനൈസേഷനിലെ ഒരു മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ HR എന്ന് പറയുന്ന വിഭാഗത്തിന് മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്നതില് ചാലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ 100 പേര് പണിയെടുക്കുവാണെങ്കിൽ ആ 100 പേരെയും ഒരുപോലെ കൊണ്ടുപോകണം, ഒരുപോലെ അവരെ സന്തോഷിപ്പിച്ചിട്ടാകണം അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത്തരത്തിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നത് കേട്ടോ. അതായത് ആളുകളെ നമുക്ക് ഒരു യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയില് സോപ്പ് ഉണ്ടാക്കുന്ന മെഷീൻസ് ധാരാളം ഉണ്ട്. ആ മെഷീനെ പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ റൂമിലെ ടെംപ്ലേറ്റുകൾ, റൂം ലേഔട്ടിലെ ടെംപ്ലേറ്റുകൾ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, മനുഷ്യനെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മാൻ പവറിനെ നമ്മൾക്ക് നേരായ രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യണം. നല്ല രീതിയിൽ ചെയ്താൽ മാത്രമാണ്, നല്ല രീതിയിൽ ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ മാൻ പവറിനെ നേരാവണ്ണം ഉപയോഗിക്കാനായിട്ട് പറ്റുക കേട്ടോ. അപ്പൊ ഇത് മാനേജ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ മാനേജറാണ്. ആളുകളെ ഇങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ആരുടെ ജോലിയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ മാനേജറുടെ ജോലിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഒരു കാര്യം തന്നെ വീണ്ടും പറയാണ് കേട്ടോ, അധികം പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഇതിനൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ there are 3 സ്റ്റാൻഡ് പോയിന്റ്സ്. പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണുള്ളത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ്. Proper management of personnel increases their dignity by satisfying their social needs. അതായത് ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് മൂലം സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അന്തസ്സ് വർദ്ധിക്കുന്നു. ഒന്ന് എഴുതി വെക്കുക കേട്ടോ, അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കുക. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അന്തസ്സ് വർദ്ധിക്കുന്നു. ഇതിന്റെ മീനിങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ധാരാളം പേഴ്സണൽസ് ഉണ്ടാവുമല്ലോ, ധാരാളം ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ, അവരുടെ മാനേജ്മെന്റിന്റെ ഫലമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പല ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നുണ്ട്. ഒരു സ്ഥാപനത്തില് ധാരാളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാനേജ്മെന്റിന്റെ പേഴ്സണൽ എന്ത് ചെയ്യും, ഇവരെ നന്നായിട്ട് എന്ത് ചെയ്യും, അവരോട് പെരുമാറുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ ആവശ്യങ്ങള് അവരെ നിറവേറ്റുന്നതിലൂടെ ആ സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു.
സ്റ്റാഫുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ആ സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ പോയിന്റ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. എന്താണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് നോക്കാം. By facilitating healthy working environment, it promotes teamwork in the employees. എഴുതിയെടുത്തോളൂ കേട്ടോ. ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സുഗമമാക്കുന്നതിലൂടെ ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് സ്റ്റാഫുകൾക്ക് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആളുകൾ എന്ത് ചെയ്യും? പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പണിയെടുക്കുക, അല്ലെ? പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? പിന്നീട് ജോലി ചെയ്യുക. ഇതിന് നമ്മൾക്ക് എന്ത് പറയാം? ടീം വർക്ക് എന്ന് പറയാം. അപ്പോ സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള അന്തരീക്ഷം, തൊഴിൽ ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ മാത്രമാണ് ആളുകൾക്കിടയിൽ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാം. Okay, that is second point. ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. തൊഴിലാളികൾക്കിടയിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അത് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യും. Then third point, significance for individual enterprise. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. ഫലപ്രദമായ മനോഭാവം സൃഷ്ടിക്കുന്നത് വഴി ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകും. എഴുതിക്കൊള്ളൂ കേട്ടോ. ഫലപ്രദമായ മനോഭാവം സൃഷ്ടിക്കുന്നത് വഴി ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകും. അതായത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് സൃഷ്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു എന്താ പറയാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നതാണ് ഇവിടെ? ആ ഓർഗനൈസേഷൻ എന്ത് ലക്ഷ്യമാണോ ഉള്ളത് ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഓർഗനൈസേഷൻ എത്തുന്നതാണ് കേട്ടോ. ആളുകൾക്കിടയിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ HR മാനേജ്മെന്റിന് സാധിക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നതായിരിക്കും. ഓക്കെ, 3 പോയിന്റ് എഴുതിയെടുത്തല്ലോ. നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് അഥവാ PM. ഇതെന്ന് പറയുന്നത് ഒരു ഓൾഡ് ടൈപ്പാണ്. ട്രഡീഷണൽ രീതിയിൽ ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഇതിന് പിന്തുടരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം ഒന്ന് നോക്കാം. ഒരു ഹോസ്പിറ്റലിൽ പേഴ്സണൽ മാനേജ്മെന്റും ഉണ്ടാവും, HRM ഉണ്ടാവും. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് PM ആണ്. PM അഥവാ പേഴ്സണൽ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അതായത് ആ ഹോസ്പിറ്റലിലുള്ള മെഷീൻ ഓപ്പറേറ്റേഴ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. മെഷീൻ ഓപ്പറേറ്റേഴ്സിന്റെ മാത്രം നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ആരാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഇനി അതിനകത്ത് HRM നോക്കിയേ നിങ്ങള്. കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് HRM ആണ്. ഇവിടെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ HRM-ല് അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് HRM എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ഇനി PM-നുള്ള പ്രത്യേകത എന്താണ്? മാനേജ്മെന്റും ഹോസ്പിറ്റലുകളിലെ ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധം പുലർത്തുന്നു. ഓക്കെ, അപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് ഇവിടെ ബന്ധം പുലർത്തുന്ന ആരുമായിട്ടാണ്? മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസുമായിട്ടാണ്. ഇനി HRM-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നേ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അതായത് എംപ്ലോയറും എംപ്ലോയീസും, അതായത് തൊഴിലുടമയും അതുപോലെ തന്നെ ജീവനക്കാരും തമ്മിലുള്ള ബന്ധമാണ് HRM കൈകാര്യം ചെയ്യുന്നത്. അതായത് ആ ഹോസ്പിറ്റലിലെ എല്ലാത്തരം സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ആ സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ അവിടെ ആ ഹോസ്പിറ്റലിലെ ഓണറുമായിട്ടുമുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുന്നത് HRM ആണ്. കേട്ടോ? അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് ഇവിടെ മാനേജ്മെന്റുമായിട്ടും ട്രേഡ് യൂണിയനുകളുമായിട്ടും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബന്ധം പുലർത്തുന്നുള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. PM കൈകാര്യം ചെയ്യുന്നത് ലോവർ ലെവലിൽ നിൽക്കുന്ന സ്റ്റാഫുകളാണ്. അതായത് താഴേക്കിടയിൽ നിൽക്കുന്ന സ്റ്റാഫുകളെയാണ് PM കൈകാര്യം ചെയ്യുന്നത്. ദെൻ HRM-ൽ വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. എല്ലാത്തരം സ്റ്റാഫുകളെയും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? HRM കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ PM എന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്. അതായത് പഴയ രീതിയിൽ, ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണിത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ HRM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അതായത് പുതിയ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും പല പുതിയ രീതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? HRM എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എന്ത് ചെയ്യാ? ക്ലിക്ക് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞാല് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. നമുക്കൊന്ന് ഡെഫിനേഷൻ നോക്കാം എന്താണ് പറയുന്നതെന്ന്. ഫസ്റ്റ് വൺ, പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ദ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ ആസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം അതർ സോഴ്സ് ഓഫ് പവർ. എന്താണ് അതിന്റെ മീനിങ് എന്ന് നോക്കാം. മറ്റധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യശക്തിയുടെ ഫലപ്രദവും നിയന്ത്രണവും ഉപയോഗവും നടത്തുന്ന മാനേജ്മെന്റിന്റെ ഘട്ടമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടോ? എന്താണ്? ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. വേണമെങ്കിൽ എഴുതിയെടുക്കുന്നുണ്ടോ? എന്താണ് വാട്ട് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ്? എഴുതിയെടുക്കുന്നുണ്ടോ? മീനിങ് വേണോ? ആവശ്യമില്ല? എഴുതിയെടുത്തോളൂ കേട്ടോ. മറ്റ് അധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യശക്തിയുടെ മറ്റ് അധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യശക്തിയുടെ ഫലപ്രദമായ നിയന്ത്രണവും ഉപയോഗവും നടത്തുന്ന മാനേജ്മെന്റിന്റെ ഘട്ടമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റ് അധികാര സ്രോതസ്സുകളിൽ മറ്റ് ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യശക്തിയെ
ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുക, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുക, അതിന്റെ ഉപയോഗവും നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. മറ്റ് അധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യശക്തിയുടെ ഫലപ്രദമായ നിയന്ത്രണവും ഉപയോഗവും നടത്തുന്ന മാനേജ്മെന്റിന്റെ ഘട്ടമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ നിങ്ങള്. ഒരാള് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്, കോട്ടാണ്. എഡ്വാർഡ് ഫ്ലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എങ്ങനെയാണ് പേഴ്സണൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, maintenance and separation of human resources to the end that the individual, organizational and societal objectives are fulfilled. നമുക്ക് നോക്കാം, അതൊന്നും കൂടി ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത്രയും വരെ എഴുതിയെടുത്താൽ മതി. ആദ്യത്തെ 2 പേജാണ് കുറച്ച് ടഫ് ആയിട്ടുള്ളത് കേട്ടോ. ഒന്ന് എഴുതിയെടുക്കുക. ഇത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അത് കാരണം ഒരാളുടെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാം. എഴുതിക്കോളൂ. വ്യക്തിഗത സംഘടന സാമൂഹിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യ വിഭവശേഷിയുടെ സംഭരണം, വികസനം, നഷ്ടപരിഹാരം, സംയോജനം, പരിപാലനം, വേർതിരിക്കൽ, എന്നിവയുടെ ആസൂത്രണം. പറയാം. വ്യക്തിഗത സംഘടന സാമൂഹിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യ വിഭവശേഷിയുടെ സംഭരണം, വികസനം, നഷ്ടപരിഹാരം, സംയോജനം, പരിപാലനം. ഓരോ വേർഡിനും അർത്ഥം ഉണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാം. പരിപാലനം, വേർതിരിക്കൽ എന്നിവയുടെ ആസൂത്രണം, സംഘടിപ്പിക്കൽ, സംവിധാനം, നിയന്ത്രിക്കൽ എന്നിവയാണ് PM എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ നിങ്ങള്. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ് എന്ന് പറഞ്ഞാല് ആസൂത്രണമാണ് അല്ലെ. ആസൂത്രണം. ഓർഗനൈസിങ് എന്താണ്? ഓർഗനൈസ് ചെയ്യുക അല്ലെ. ഡയറക്റ്റിംഗ് എന്താ പറയാ? ഡയറക്റ്റ് ചെയ്യുക, ശരിയായ ദിശയിലേക്ക് നയിക്കുക. കൺട്രോളിങ് നിയന്ത്രിക്കുക. പ്രൊക്യൂർമെന്റ് എന്താണ്? സംഭരണം എന്ന് പറയും. പ്രൊക്യൂർമെന്റ് സംഭരണം. ഡെവലപ്മെന്റ് വികസനം. കോമ്പൻസേഷൻ നഷ്ടപരിഹാരം. ഇന്റഗ്രേഷൻ സംയോജനം. മെയിന്റനൻസ് പരിപാലനം. ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് വേർതിരിക്കുക, ഹ്യൂമൻ റിസോഴ്സിനെ വേർതിരിക്കുക.
ഇവയുടെയൊക്കെ എന്താണ് ഒരു എന്താ പറയാ ആസൂത്രണം അല്ലെങ്കിൽ എന്താ പറയാ സംഘടിപ്പിക്കല് അല്ലെങ്കിൽ എന്താ പറയാ സംവിധാനം നിയന്ത്രിക്കല് എന്നിവയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു വ്യക്തിഗത അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഒരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രൊക്യൂർമെന്റ് അഥവാ സംഭരണം, ഡെവലപ്മെന്റ് അഥവാ വികസനം, കോമ്പൻസേഷൻ അഥവാ നഷ്ടപരിഹാരം, ദെൻ ഇന്റഗ്രേഷൻ അഥവാ സംയോജനം, മെയിൻ്റനൻസ് അഥവാ പരിപാലനം, അതുപോലെ സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വേർതിരിക്കൽ എന്നിവ ചേർന്നിട്ട് നടപ്പിലാക്കുന്ന ഒരു ആസൂത്രിത നിയന്ത്രണ പരിപാടിയാണെന്ത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആളുകളെ കളക്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ആളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം കോമ്പൻസേഷൻ കൊടുക്കുക, ആളുകളെ ഒരു സ്ഥാപനത്തിന് വേണ്ടി നിലനിർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇത് പറഞ്ഞത് എഡ്വാർഡ് ഫ്ലിപ്പ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ടോ. ഓക്കെ, ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ആളും കൂടി പറയുന്നുണ്ട്. ആള് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഡൺ ആൻഡ് സ്റ്റീഫൻസ്, the personal management is the process of attracting, holding and motivating people that involves all managers, line and staff. ഇത് കുറച്ചും കൂടി ഈസി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എങ്ങനെയുള്ള പ്രോസസ്സാണ്? അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മൊത്തം ആളുകളെ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്, അതായത് മാനേജർ നിലയിലുള്ള ആളുകളാകാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളെയും അട്രാക്ട് ചെയ്യുക, അവരെ ഹോൾഡ് ചെയ്ത് വെക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയെന്ന് വിചാരിക്കാം. നിങ്ങളെ അതായത് 10-15 പേര് ഒരുമിച്ച് ജോലിക്ക് കയറിയെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോ ഒരു സ്ഥാപനത്തില് എന്താ പറയാ സ്റ്റാഫുകൾ, എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളെ അട്രാക്ട് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് കൊണ്ട് പറയാവുന്നതാണ്. ഇനി അട്രാക്ടിങ് പീപ്പിൾ, എങ്ങനെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് ജോലിക്ക് വരുന്ന വേണ്ട അത് മനസ്സിലാവുമല്ലോ, നിങ്ങൾക്ക് എഴുതിയെടുക്കണ്ട കേട്ടോ, പാടുള്ളത് മാത്രം എഴുതിയെടുത്താൽ മതി. അട്രാക്ടിങ് പീപ്പിൾ, എങ്ങനെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡുകൾ. മോണിറ്ററി എന്ന് പറയുന്നത് അതായത് പണേതര, അതാണ് പറയുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ വഴിയോ നിങ്ങളെ ഓഫർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഓഫർ പറയുകയാണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യാം? നിങ്ങളെ അട്രാക്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് ഹോസ്പിറ്റലില്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം അത് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവാം, സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാവാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വരികയാണ്. ഓഫർ ലെറ്ററിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറിയും കാര്യങ്ങളും പാക്കേജ് ഒക്കെ അതിനകത്ത് അവർ പറയുന്നുണ്ടാവും. എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കാം എന്ത് ചെയ്യാം നിങ്ങളെ അവര് പ്രകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അതായത് PF-ന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ESA കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പണം എത്രയാണ് നിങ്ങളുടെ ശമ്പളം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്ററിൽ പ്രതിപാദിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെയാണ്
അട്രാക്ട് ചെയ്യിക്കുക എന്ന് പറയാ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യാൻ നോൺ മോണിറ്റർ, അതായത് പല പണം, അതായത് ശമ്പളം അടക്കമുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ അടക്കമുള്ള പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അട്രാക്ട് ആവുന്നതാണ് അതിലോട്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഒന്നില്ലെങ്കിൽ മോണിറ്റർ ചെയ്യാം, പണമാകാം, അല്ലെങ്കിൽ പണയതരം, അല്ലെങ്കിൽ പണമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സ്റ്റാഫുകളെ അട്രാക്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ്. ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഇപ്പൊ ആദ്യം നിങ്ങളെ അട്രാക്ട് ചെയ്തു, നിങ്ങളെ സ്ഥാപനത്തിൽ ജോലി എടുക്കാനായിട്ട് വന്നു, നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തണം അല്ലെ? അവരുടെ ആവശ്യമാണ് നിങ്ങളെ ജോലിക്കാരെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. എങ്ങനെയാണ് പിടിച്ചു നിർത്തേണ്ടത്? പിടിച്ചു നിർത്തത് എങ്ങനെയാണ്? അതായത് ബൈ ഇംപ്രൂവിങ് ദ വർക്ക് എൻവയൺമെന്റ്. നിങ്ങളുടെ ജോലിയുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു എൻവയൺമെന്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തുക. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയൺമെന്റ് ഉണ്ടല്ലോ, ജോലിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ജോലിക്കാർക്ക് ജോലി ചെയ്യാനുള്ള സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നത് വഴി സ്റ്റാഫുകളെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു എൻവയൺമെന്റ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എവിടെ നിൽക്കില്ല, ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നതല്ല അല്ലെ? അപ്പൊ എങ്ങനെയാണ് സ്റ്റാഫുകളെ ഹോൾഡ് ചെയ്യുന്നത്? ഇങ്ങനെയാണ്, അതായത് നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് കൊടുത്തിട്ടാണ് അവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ദെൻ മോട്ടിവേറ്റിംഗ്. മൂന്നാമത്തെ ഒരു മാർഗമാണ് എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ? ബൈ ഫോളോവിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ് to create personal satisfaction to the employees. ജീവനക്കാർക്ക് വ്യക്തിപരമായ സംതൃപ്തി സൃഷ്ടിക്കുന്നതിന് പുരോഗമനപരമായ പ്രവർത്തനങ്ങളും മാനുഷിക നയങ്ങളും പിന്തുടരുന്നതിലൂടെ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആളുകളെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ മനുഷ്യന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുക? അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇപ്പൊ സാലറി കൂട്ടി, ഒരു 10,000 രൂപയാണ് സാലറി വാങ്ങുന്ന ഒരാളെങ്കിൽ അവർക്കൊരു 2,000 രൂപ ഒരു കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇതെന്തിന്റെ ഭാഗമായിട്ടാണ്? മോട്ടിവേറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് ആളുകൾ അവിടെ നിന്ന് പോവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആളുകളെ അവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പ്രോഗ്രസീവ് ആയിട്ടുള്ള പോളിസികളും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മോട്ടിവേറ്റിംഗ്. അപ്പോ 3 രീതിയിലാണ്, അതായത് ഇത് ആരുടെ അഭിപ്രായമാണ്? ഡൺ ആൻഡ് സ്റ്റീഫൻസിന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് 3 രീതിയിലാണ് സ്ഥാപനത്തിൽ ആളുകളെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. 1 അട്രാക്ടിങ് പീപ്പിൾ, 2 ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ്, 3 മോട്ടിവേറ്റിംഗ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഇത്രയും മതി. അടുത്തത് മൈക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റത്തെ 3rd പാരഗ്രാഫ് ഒന്ന് പറയാം. ഫസ്റ്റത്തെ 3rd പാരഗ്രാഫ് അല്ലേ? Human resources or people at work are the major component of an organization or organization സംബന്ധിച്ച്. പിന്നെ ഏതാണ്? 3ാമത്തെ പാരഗ്രാഫ് ഇതാണോ? ഓക്കെ, ഇതല്ലേ ആസ് എ റിസൾട്ട്? എടുത്തായിരുന്നോ? എഴുതിയെടുത്ത് പക്ഷെ ഒന്നും മനസ്സിലാക്കില്ല. As a result, the managers have a prime responsibility not only for the behavior and the performance of other people, but also of their own department. The greater the commitment of the members to organizational goals, or greater is the degree of effectiveness with his organizational works. അതായത് ഒരു മാനേജർ എന്ന രീതിയിൽ, ഒരു പേഴ്സണൽ മാനേജർ എന്ന രീതിയിൽ അവർക്ക് മറ്റുള്ളവരുടെ പ്രകടനം അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളുടെ ബിഹേവിയർ നോക്കുക മാത്രമല്ല അവരുടെ ജോലി എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അത് ചെയ്ത് തീർക്കലാണ് ആരുടെ ജോലി? ഈ ഒരു മാനേജറുടെ ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ എന്താണ്?
ഒരു സ്ഥാപനത്തിന് എത്രത്തോളം നല്ല രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾക്കും എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് അവിടെ നിർവഹിക്കാൻ സാധിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് ആ സ്ഥാപനത്തിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നന്നായി പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതിയാൽ മാത്രമാണ് ഈ സ്ഥാപനം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഗ്രോത്ത് ആവുക. അതുപോലെ തന്നെയാണ് അവിടെ പറയുന്നത്, ഓരോ എംപ്ലോയീസും എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവര് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിസൾട്ടുകള് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ ഇപ്പൊ ഉമൈബ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബുദ്ധിമുട്ടാണോ? ചാപ്റ്റർ ബുദ്ധിമുട്ടാണോ? ലാസ്റ്റ് പറഞ്ഞു നിർത്തി ഒന്ന് പറയാം. മോട്ടിവേറ്റിംഗ് ഏതാണ്? മോട്ടിവേറ്റിംഗ് മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുക, അവിടെയുള്ള സ്റ്റാഫുകളെ നമുക്ക് പിടിച്ചിർത്താനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ദിവസം 2,000 രൂപ കൂട്ടി കൊടുക്കുകയാണ്. അതൊരു മോട്ടിവേറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം ആളുകളെ അവിടെ നിർത്തണമെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും ഇപ്പോ 5-6 വർഷമായിട്ട് 10,000 രൂപ തന്നെയാണ് ശമ്പളം ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ആളെന്ന് പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ ഒരു ജോലിയിൽ. കാരണം എന്താണ്, ഒരു പ്രോഗ്രസ്സും ഇല്ല. അറ്റ്ലീസ്റ്റ് ഓരോ വർഷമെങ്കിലും എന്തെങ്കിലും ഒരു തുക കൂട്ടിക്കൊടുത്താൽ മാത്രമല്ല അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആളുകളെ പിടിച്ചെടുത്ത് ബോണസ് കൊടുക്കുക, അതുപോലെ തന്നെ അവാർഡും കാര്യങ്ങളും കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? മോട്ടിവേറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആണോ? ആളുകളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പല രീതിയിലാണ് എംപ്ലോയീസിനെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിർത്തുക. ഓക്കെ, അവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത്തരത്തിലാണ് നമ്മൾ ഈ കാര്യം. അപ്പൊ ആദ്യം തന്നെ പണമാണ് അല്ലെ, പണം കണ്ടിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ കണ്ടിട്ടാണ് നമ്മൾ ജോലിക്ക് പോവുക അല്ലെ. അപ്പൊ അതാണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡിൽ വരിക. ദെൻ നമ്മൾ അവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് എൻവയോൺമെന്റ് വേണം അല്ലെ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആയിട്ടുള്ള ആളുകൾ എപ്പോഴും നമ്മളോട് വഴക്ക് കൂടുകയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ചീത്ത പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ നിൽക്കില്ല അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഗുഡ് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ മോട്ടിവേറ്റിങ്ങിന് സാലറി കൊടുക്കുക, അല്ലെങ്കിൽ പല റിവാർഡുകൾ കൊടുക്കുക, പ്രൊമോഷൻ തരിക, ഇതൊക്കെ എന്താണ്, മോട്ടിവേറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യത്തെ കുറച്ച് ആ ഒരു വലിയൊരു പാരഗ്രാഫ് മാത്രമാണ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്കതങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം വലിയൊരു പാരഗ്രാഫാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മണി, മെറ്റീരിയൽ, മിഷനറി, മെൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 ഫാക്ടേഴ്സ് ഉണ്ട്. വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് അല്ലാത്ത. ഒരു കാര്യം വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം, അതിന് നിങ്ങൾ സമയം മെനക്കെടുത്തേണ്ടതില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ അല്ലേ? വൈൻഡപ്പ് ചെയ്തോട്ടെ? ഇനി ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.